നേരത്തെ പ്രായപൂർത്തിയാവുന്ന ലക്ഷണങ്ങളുള്ള കുഞ്ഞുങ്ങളെ ഡോക്ടറെ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായില്ലേ? അത് എന്താണെന്ന് പറഞ്ഞുതരാം. പ്യൂബർട്ടിയിൽ കുഞ്ഞുങ്ങളുടെ എല്ലുകൾ നീളം വെച്ചിട്ട് അവർക്ക് ആ ഗ്രോത്ത് സ്പേർട്ടൊക്കെ ഉണ്ടാവുന്നത് മെയിൻലി സെക്സ് ഹോർമോൺസ് കൊണ്ടാണ്. പെട്ടെന്ന് ഈസ്ട്രജൻ പീക്ക് ലെവൽ ആക്കുന്ന കുഞ്ഞുങ്ങളിൽ ആവശ്യത്തിന് ഹൈറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഗ്രോത്ത് പ്ലേറ്റ് ക്ലോഷർ ആയി പോകും. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ നീളം വെക്കാതെ ഷോർട്ട് ആയി പോകും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഒരു മെയിൻ ഇഷ്യൂ. പക്വതയില്ലാത്ത 8ഉം 10ഉം വയസ്സിൽ മെൻസസ് ആവുന്ന കുട്ടികളുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഒന്ന് ആലോചിച്ച് നോക്കി. കുഞ്ഞു പ്രായത്തിൽ മെൻസ്ട്രൽ ഹൈജീൻ ഒക്കെ കീപ്പ് ചെയ്യുന്നത്, ബോഡി ചേഞ്ചസ് കൊണ്ടുള്ള അപരിക്ഷിതാബോധം, അതിന്റെ കൂടെ തന്നെ പീരീഡ് ക്രാംസും ബ്ലീഡിങ്ങും ഒക്കെ കൊണ്ട് ആൻസൈറ്റി, സ്ട്രെസ്, ഈവൻ ഡിപ്രഷൻ വരെ ഉണ്ടാവാം. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല അവരുടെ അമ്മമാർക്കും. പിന്നെ ചെറുപ്രായത്തിൽ തന്നെ ബ്ലഡ് ലോസ് കൊണ്ടുള്ള അനീമിയ ഒക്കെ മറ്റ് ഇഷ്യൂസും. ഏർലി പ്യൂബർട്ടിയും ഒബീസിറ്റിയും ഇങ്ങനെയാണ്. സോ ഇത്തരം കുട്ടികൾ ഈ മോശം ലൈഫ് സ്റ്റൈൽ തുടരുകയാണെങ്കിൽ ബൈ ദെയർ 30s ഈ പറയുന്ന ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങൾക്കും അവരടിമയാവും. പിന്നെ ഇത്തരം കുട്ടികളിൽ ഈസ്ട്രജൻ ഹോർമോൺ ലൈഫ് ലോങ് കൂടുതൽ അളവിൽ കൂടുതൽ കാലം നിലനിൽക്കില്ല. ഒട്ടുമിക്ക ഗൈനക് അസുഖങ്ങളും ഈസ്ട്രജൻ ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ ഇതൊക്കെ വരാനും മാത്രമല്ല ബ്രസ്റ്റ്, ഓവറി, യൂട്രസ് എന്നീ ക്യാൻസറിന്റെ ഒരു മേജർ റിസ്ക് ഫാക്ടർ കൂടി ആണ് ഈസ്ട്രജൻ എക്സസ്. അപ്പൊ ലൈഫ് സ്റ്റൈലൊക്കെ ശ്രദ്ധിച്ച് ആർത്തവം ഒന്ന് വൈകിച്ചാൽ ചില്ലറ റിസ്ക് ഒന്നും അല്ല കുറയുന്നതെന്ന് മനസ്സിലായോ? 8 വയസ്സിന് മുമ്പേ ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, നല്ല ഹെയർ ഗ്രോത്ത് പോലുള്ള പ്യൂബർട്ടി ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ഉടനെ ഒരു പീഡിയാട്രീഷ്യനെയോ പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റിനെയോ കാണിച്ചിരിക്കണം. അത് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ആണെന്ന് കൺഫേം ചെയ്യാനാണ്. തടിച്ച കുട്ടികളിൽ ബ്രസ്റ്റ് എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ഫാറ്റ് മാത്രമൊക്കെ ആവാം. വേറെ ചിലരിൽ നേരത്തെ ബ്രസ്റ്റ് വന്നാൽ പോലും ബാക്കി ചേഞ്ചസ് വൈകാം. അതിനും കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെ റൂൾ ഔട്ട് ചെയ്യണം. എങ്ങനെ? ആദ്യം അവരെ പരിശോധിച്ച്, പിന്നെ ബ്ലഡ് ടെസ്റ്റ് വഴി അവരുടെ ഹോർമോൺ ലെവൽസ് ഒക്കെ നോക്കിയിട്ട്, അതിനുശേഷം സ്കാൻ ചെയ്ത് യൂട്രസ്, ഓവറിയുടെ സൈസ്, മറ്റു ട്യൂമർ പ്രശ്നങ്ങൾ കൊണ്ടല്ല ഈ പ്യൂബർട്ടി എന്നൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യണം. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എല്ലുകളുടെ വളർച്ച വഴി അവരുടെ ബോണേജ് അറിയാനുള്ള എക്സ്റേ ആണ്. കുഞ്ഞിന്റെ ഏജിനേക്കാൾ ബോണേജ് അഡ്വാൻസ്ഡ് ആണെങ്കിൽ ഈ റിസൾട്ടിലൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി കൺഫേം ചെയ്യാം. അങ്ങനെയുള്ള കുട്ടികളിൽ ഈ ഈസ്ട്രജൻ ലെവൽ കൂടാതെ സപ്രസ് ചെയ്തിട്ട് പീരീഡ് ഡിലേ ആക്കി വെക്കാനായിട്ട് ഇഞ്ചക്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അവരുടെ ഏജും ബോൺ ഏജും തുല്യമാവുന്നവരെയോ ഇനി ആവശ്യത്തിന് ഹൈറ്റ് ഒക്കെ വെച്ച് പീരീഡ് ആക്കേണ്ട ഒരു പ്രായമാവുന്നവരെയോ ഒക്കെ ഈ ഇഞ്ചക്ഷൻസ് മാസം തോറും എടുക്കാവുന്നതാണ്. മനസ്സിലായോ? അപ്പൊ വീഡിയോ സേവ് ചെയ്തോ, പെൺമക്കളുള്ള 2 ഫ്രണ്ട്സിന് ഷെയറും ചെയ്തു. കുഞ്ഞുങ്ങളുടെ ഫുഡും ലൈഫ് സ്റ്റൈലും ഒന്ന് ശ്രദ്ധിച്ചേക്ക്. മക്കളുടെ കുട്ടിത്വമൊന്നും പെട്ടെന്ന് അണിയാതിരിക്കട്ടെ, അല്ലേ?